സാറേ, ഞാനാ മധുസൂദൻ നായരാ. ആ ചേട്ടനോ? ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ വീട്ടിൽ പോയായിരുന്നു. അന്നേരം ചേച്ചിയാ പറഞ്ഞ് സാർ ഇവിടെ ഉണ്ടെന്ന്. അല്പ സ്വല്പം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമ മാത്രം പോരല്ലോ, പിന്നെ ഈ കൃഷിയൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമല്ലേ. വളരെ നല്ല തീരുമാനം സാറേ. ഒന്നുമില്ലേ വിഷമുള്ള പച്ചക്കറി കഴിക്കണ്ടായല്ലോ. മാത്രമല്ല അധ്വാനിക്കുന്ന ശരീരത്തിന് നല്ലതാണ്. സാർ സൂപ്പർ. ജീവിച്ചു പോട്ടെ ചേട്ടാ. സാർ എന്തോ ഈ കാണിക്കുന്നേ? ഇതൊക്കെ ഞാൻ ചെയ്യത്തില്ലയോ? സാർ അങ്ങോട്ടൊന്ന് മാറിക്കേ. ഓ, അതിനൊന്നും ആവശ്യമില്ല ചേട്ടാ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. സാറൊന്ന് മാറിക്കേ. ഇത് ഇങ്ങോട്ട് ഞാനൊന്നും ചെയ്യാറില്ല. അയ്യോ, താഴെ വേണു. സോറി സാറേ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ ഇനി എന്നെ കാണാൻ വരല്ലേ പ്ലീസ്. ഷൂട്ട് തുടങ്ങാനാവുമ്പോ ഞാൻ വിളിച്ചറിയിച്ചോളാം. ഒന്ന് പോവാവോ? എന്നാ പിന്നെ അതായിരിക്കും സാറേ നല്ലത്. സാറേ, എൻ്റെ റോളിൻ്റെ കാര്യം മറക്കല്ലേ. ഈശ്വര, ഇയാള് വലിയ സിനിമാ സംവിധാനമൊക്കെ ആയപ്പോ ഞങ്ങളൊക്കെ മറന്നല്ലോ. എന്താടാ അങ്ങനെ ഒരു ടോക്ക്? എന്റെ പുതിയ സിനിമയുടെ കാര്യമൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞത്. ചേട്ടാ, അതിന് പുതിയ സിനിമ ഞാൻ അനൗൺസ് ചെയ്തില്ലല്ലോ. സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. നോക്ക്, പ്രശസ്ത സംവിധായകൻ പ്രസീദിന്റെ അടുത്ത ചിത്രത്തിൽ അഭിനയിക്കുന്ന മധുസൂദനൻ നായർക്ക് ആശംസകൾ. ചേടാ, അയാള് തന്നെയാണ് ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത്. കുറെ മണ്ടന്മാർ അത് ഷെയറും ചെയ്തിട്ടുണ്ട്. അതും പോട്ട്, മാവേലിക്കര ടൗണിൽ ഇയാൾ ഇതിന്റെ ഒരു 10-20 ഫ്ലെക്സും വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നളിയ, ഏതാ ഈ കശി? ഹലോ സാറേ, ഞാനാ മധുസൂദൻ നായരാ. ആ ചേട്ടനായിരുന്നല്ലേ? ചേട്ടന്റെ കോള് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. എടോ മധുസൂദൻ നായരെ,